അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പോൾ ഇവിടെ ചൂട് നല്ലതായിട്ട് തുടങ്ങിയല്ലോ. അപ്പം വെള്ളമില്ല, നല്ല ചൂട് വെള്ളമാണ് വരുന്നത്. അപ്പം നമ്മൾ ഒളു ചെയ്യുന്ന വെള്ളവും അത്രയും ചൂട് വെള്ളത്തിൽ ഒളു ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്കത് മനസ്സിലാവും എത്രത്തോളം അത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒളു ചെയ്യൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു വട്ടം കഴുകും, പിന്നെ നിർത്തും, പിന്നെയും ഒരു വട്ടം കഴുകും, പിന്നെ നിർത്തും. അങ്ങനെ 3 വട്ടം പൂർത്തിയാക്കൽ. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഒളു ചെയ്യുന്നത് കൊണ്ടുള്ള വിധി എന്താണെന്ന് പറയാമോ? ഈ ഒളു എടുക്കുമ്പോൾ നമ്മൾ പ്രവാസികളാണ്. നമ്മളിപ്പോൾ ചൂട് കാലമാകുമ്പോഴത്തേന് വെള്ളത്തിന് ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചൂട് ഉണ്ടാവുമ്പോൾ ചൂടുവെള്ളത്തിൽ ഒളു കൊടുക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചൂടുവെള്ളം, സൂര്യന്റെ താപം കൊണ്ട് ചൂടാക്കപ്പെട്ട വെള്ളത്തിൽ ഒളു കൊടുക്കൽ കറാഹത്താന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇവിടെ അത് നമ്മള് മനഃപൂർവ്വം ചൂടാക്കുന്നതല്ലല്ലോ, പ്രകൃതിയുടെ ഇതുകൊണ്ട് പൈപ്പിലൂടെ വരുന്ന വെള്ളം ചൂടായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ടാങ്കിൽ അങ്ങനെ കിടന്നിട്ട്, കാരണം ഇവിടെ മറിഞ്ഞിരിക്കാനുള്ളതായ മറകളൊന്നുമില്ല, ചോലകളൊന്നുമില്ല. ഇങ്ങനെ നമ്മുടെ നാട് പോലെ മരങ്ങളൊന്നുമില്ലല്ലോ. ടെറസിന്റെ മേളിൽ ടാങ്ക് വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം വരുന്നതുകൊണ്ട് അങ്ങനെ ചൂടുണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫർദായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ വെള്ളത്തിൽ പെട്ടെന്ന് ചെയ്ത് ഒഴിവാകുക. സുന്നത്തിന് വേണ്ടി എന്ത് ചെയ്യേണ്ടതില്ല, നിൽക്കേണ്ടതില്ല. കാരണം ചൂടുവെള്ളം പിന്നെ നമ്മുടെ ശരീരത്തോട് സ്പർശിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ അവയവങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വെള്ളം കൊണ്ട് ഒളു എടുക്കണം. പിന്നെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, അതിനെ കൈകാര്യം ചെയ്യുക. നമ്മുടെ കണ്ണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നല്ല ചൂടുവെള്ളമൊക്കെ നമ്മുടെ കണ്ണിലോട്ട് ഇങ്ങനെ, മുഖം കുഴപ്പമില്ല, കാരണം അവിടുത്തെ സ്കിൻ കുറച്ച് കനമുള്ളതാണല്ലോ. അപ്പൊ കണ്ണെന്ന് പറയുമ്പോഴത്തേന് വളരെ വളരെ കനം കുറഞ്ഞ ഇതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലേ. ഇപ്പൊ ചൂടുവെള്ളം കണ്ണിലോട്ടൊക്കെ തട്ടുമ്പോൾ ചിലപ്പോൾ അത് കണ്ണിനൊക്കെ കേടുവരും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കഴുകി ഒഴിവാകുന്ന ഒരു സാഹചര്യത്തിലോട്ട് മാറിയാൽ മതിയാവും ചൂടുവെള്ളത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ 3 കഴിവുണ്ടേ? 3 കഴിവണമെന്നില്ല. ഫർദ് വീടുക, ഫർദ് ഒഴിവാകുക. ഫർദ് എന്ന് വെച്ചാൽ ഒരു വട്ടം കഴിവുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ബാക്കിയുള്ളത് 3 വട്ടം. ഒളുവിന്റെ അവയവങ്ങളെല്ലാം 3 വട്ടം കഴിയുക എന്നുള്ളത് സുന്നത്താണ്. എല്ലാം മുഖവും പിന്നെ 2 കൈകളും തലയും പിന്നെ കാലും, ഇതാണല്ലോ ഫർദായ അവയവങ്ങൾ. ഒളുവിന്റെ ചെവിയൊക്കെ സുന്നത്തായ അവയവങ്ങളാണ്. പിന്നെ കാലും ഫർദിന്റെ അവയവമാണ്. അതൊക്കെ 3 വട്ടം ആവർത്തിച്ച് കഴിവൽ എന്താണ്, സുന്നത്തായിട്ട് വരുന്നതാണ്. ഒറ്റ വട്ടം കഴിയാൽ തന്നെ എന്തായാലും ഫർദ് പൂർത്തിയാവുന്നതാണ്. പിന്നെ ചൂടുള്ളതാണ് വിഷയം. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഒളു കൊടുക്കുമ്പോഴുള്ളത്. ഉച്ചയ്ക്ക് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒളു എടുക്കുമ്പോഴാണ് നമ്മള് ആ ഒറ്റ നേരം അങ്ങനെ പോയി, മറ്റു നേരങ്ങളിലും 3 വട്ടം കഴിയാം, അങ്ങനെ കുഴപ്പമില്ല. നമ്മുടെ സാഹചര്യത്തിന്റെ ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ്. ഒരു ബുദ്ധിമുട്ട് അൽ മശഖത്തു തജ്ലിബു തൈസീർ എന്നാണ്. ഒരു ബുദ്ധിമുട്ട് എളുപ്പത്തെ കൊണ്ടുവരുമെന്ന് ഇങ്ങനെ ഈ ചിന്തകര്, പണ്ഡിതന്മാര്, വലിയ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ടാവും. നമുക്കൊരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് ആണ് നമ്മൾ അതിലോട്ട് മാറിയത്. അല്ലെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ 3 വട്ടം കഴുകി ഒളുവിന്റെ എല്ലാ സുന്നത്തുകളും, ഈ നമ്മൾ ഒളു ചെയ്യുമ്പോൾ ഒളുവിന്റെ എല്ലാ സുന്നത്തുകളും പൂർത്തിയാക്കി ഒളു ചെയ്യുവാണ് എങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് അതിന്റെ ഒരു രസം നിസ്കാരത്തിൽ ലഭിക്കും. അതായത് നമ്മൾ പരിപൂർണമായിട്ട് ഒളു എടുത്ത് മിസ്വാക്ക് ചെയ്ത്, അതേപോലെ മുഖവും മുൻകൈയും കഴുകി അതിന്റെ അദ്കാറുകൾ ചൊല്ലി വന്ന് ഒളുവിന് ശേഷമുള്ള ദുആ ചെയ്ത് ഒളുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നമ്മളൊരു കർമ്മത്തിലോട്ട് വരുമ്പോഴത്തേനും അതിൻ്റെതായ ഒരു രസം നമ്മുടെ ഒരു ഈമാനികമായ ഒരു ആവേശം നമ്മുടെ ഹൃദയത്തിൽ വരും. അല്ലാണ്ട് നമ്മൾ ഒരു പെട്ടെന്ന് ഒളു കൊടുത്ത് സ്പീഡിൽ വന്ന് നിസ്കരിക്കുന്നതും അത് രണ്ടും. കാരണം എന്താ, അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ പടച്ചോന്റെ സാന്നിധ്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരാൻ വേണ്ടി ഒരുപാട് സമയങ്ങൾ എടുക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിന്റെ ഒരു രസം, ഒരു ഈമാനികമായ ഒരു രസം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാവും, ശരീരത്തിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ നിസ്കാരത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് നല്ല ഏകാഗ്രത, നിസ്കാരത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് പഠിച്ചുകൊണ്ടിരിക്കും.